പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 നവംബർ മാസം 20 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല പ്രഭാതത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൈകളൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം പറയുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല പ്രഭാതമായത്. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തിട്ട് പാലിച്ചു. കരമുയർത്തി സ്തോത്രം പറഞ്ഞു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നു. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ കൃപകളെ ഓർക്കുമ്പോൾ ആമേൻ കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പകൽക്കാലം നമ്മൾക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഭവനങ്ങൾക്കകത്തിരുന്ന് നമ്മുടെ വാഹനങ്ങളിലിരുന്ന് പറയാം, എൻ്റെ യഹോവ നല്ലവനാ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാ. സങ്കീർത്തനം 107 പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. എന്ത് പറയട്ടെ എന്നാ പറയുന്നത്? യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. അതിൻ്റെ 13 ഭാഗം പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു, രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും പറയാം, കർത്താവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട്, അങ്ങ് ഞങ്ങളോട് കാണിച്ച ദയവിനായിട്ട്, ഞങ്ങളോട് കാണിച്ച മനസ്സലിവിനായിട്ട് ഞങ്ങൾ ഈ പ്രഭാതി സ്തോത്രം ചെയ്ത് എല്ലാവരും ചേർന്ന് സ്തോത്രം പറഞ്ഞ് നിങ്ങളുടെ അധരങ്ങളൊക്കെ ഒന്ന് ചലിക്കട്ടെ, മിണ്ടാതിരിക്കാതെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. ഞങ്ങളുടെ സ്വർഗീയ അപ്പ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നു. ഹല്ലേലൂയ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഉണർത്തി. അങ്ങയുടെ വൻ കൃപകളെ ഓർക്കുമ്പോൾ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട്, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. ഈ പകൽക്കാലം അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളിൽ നിന്ന് അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടുവിക്കണമേ. അങ്ങയുടെ ദൂതന്മാരെ കൽപ്പിച്ചാക്കി അവരെ കാവൽ ചെയ്യണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങ് അവരെ നിയന്ത്രിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം. ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ വിടുതലുകളെ ഇന്ന് പകൽക്കാലം കർത്താവെ അങ്ങ് അയക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഈ പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സ്വസ്ഥത യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ല, അങ്ങയുടെ കരത്തിന് കഴിയാത്ത കാര്യമില്ല. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് വിടുതൽ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ കൊറോണയാൽ ഭാരപ്പെടുന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ സൗഖ്യം വേഗത്തിൽ കൊടുത്ത് അവരെ പുറത്തു കൊണ്ടിരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ആരോഗ്യവും ആയുസ്സും സന്തോഷവും സമാധാനവും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ കർത്താവ് പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. ആമേൻ. സ്തോത്രം. മാരകമായ രോഗങ്ങളാൽ ആമേൻ ഡോക്ടർമാർ കൈയൊഴിഞ്ഞു നിൽക്കുന്ന കേസുകളുണ്ടല്ലോ. അങ്ങനെ കരങ്ങളിൽ തരുന്ന കർത്താവേ, പക്ഷേ അങ്ങ് 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 അത്ഭുതം ചെയ്യാൻ മതിയായവന്. ഏത് മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ അങ്ങേക്ക് കഴിയും. അസാധ്യത്തെ സാധ്യമാക്കുവാൻ അങ്ങേക്ക് കഴിയും. ഇന്ന് പ്രഭാതം ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഡോക്ടർമാർ നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പിതാവേ, ഞങ്ങൾ അങ്ങിലാണ് വിശ്വസിക്കുന്നത്. അങ്ങയുടെ പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിടലിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ആ കിടക്ക മാറ്റി വിരിക്കണമേ. ആരോഗ്യത്തോടെ എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങനെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടപെടണം. സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ പോകുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവേ, ബിസിനസ്സിൽ ക്ഷീണം അനുഭവിക്കുന്നവരൊക്കെയും
ഒക്കെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം എല്ലാവരും, ഈ ദിവസം എല്ലാവരും അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ സഭായോഗമുള്ള ദിവസമാണ്. ആമേൻ. സഭായോഗത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ആമേൻ. കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരുമിച്ച് കാണുന്ന സമയമാണ് സഭായോഗം എന്ന് പറയുന്നത്. അപ്പം സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നമുക്ക് അനുഗ്രഹിക്കാം. മിഡിൽ ഈസ്റ്റിനെ ഒന്ന് അനുഗ്രഹിക്കാം. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗത്തിനായിട്ട് സ്തോത്രം. സഭായോഗത്തിൽ അങ്ങയുടെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവെ അങ്ങയുടെ വരുത്തണമേ. തൻ്റെ അഭിഷിക്തന്മാരെ കർത്താവ് ഉപയോഗിക്കണമേ. തൻ്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ സഭായോഗം അനേകർക്ക് അനുഗ്രഹമായി എന്ന് കേൾക്കുവാൻ, അനേകർക്ക് സന്തോഷത്തിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും കാരണമായി എന്ന് കേൾക്കുവാൻ, അനേകർ വിടുതൽ പ്രാപിച്ചു എന്ന് കേൾക്കുവാൻ കർത്താവ് ഇടവരുത്തണം. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ദിവസങ്ങളിൽ വൻ കാര്യങ്ങളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ പോവുകയാണ്. ശ്രദ്ധയോടെ കേട്ടോണം കേട്ടോ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒരു കാര്യം ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയണം നമ്മൾ. 2, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, നിറഞ്ഞു വരുന്നതിന് മുമ്പുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. നിങ്ങൾക്കറിയാമോ, സ്നേഹം ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ, സ്നേഹം ലഭിക്കാത്ത പ്രിയപ്പെട്ടവരൊക്കെ അവരുടെ പേഴ്സണാലിറ്റിക്ക് ഒത്തിരി ഡിസോർഡറുകൾ ഉണ്ടാകും. ഈ ചെറുപ്രായത്തിലൊക്കെ സ്നേഹം ലഭിക്കാതെ പോയവർ, സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ പോയവർക്കൊക്കെ പ്രായമായി വരുമ്പോൾ അവർക്ക് പേഴ്സണാലിറ്റിക്ക് അത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ നല്ല സ്നേഹം ലഭിച്ചവർ, നല്ല സ്നേഹം അനുഭവിച്ചവരുടെ പേഴ്സണാലിറ്റിക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെ ദൈവമക്കളായ നമ്മളും നമ്മളോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തെ അറിയണമെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളും പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്തെ അറിയേണ്ടതുപോലൊന്ന് അറിയുവാൻ, തിരിച്ചറിയേണ്ടതുപോലൊന്ന് തിരിച്ചറിയുവാൻ, മനസ്സിലാക്കേണ്ടതുപോലൊന്ന് മനസ്സിലാക്കുവാൻ അങ്ങനെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഹല്ലേലൂയ, ആ സ്നേഹം നമ്മൾ അറിയും തോറും നമ്മുടെ ജീവിത അനുഭവം മാറി 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 വരും. ആരുടെ സ്നേഹമാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, അതായത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. ആമേൻ. പരിജ്ഞാനമെന്ന് പറയുമ്പോൾ ലൗകികമായ രീതിയിലുള്ള ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തുള്ള കർത്താവിൻ്റെ സ്നേഹം, എന്നോട് കർത്താവ് കാണിച്ച സ്നേഹത്തെ, എന്നോട് കർത്താവിൻ്റെ സ്നേഹത്തെ. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചോദിക്കുക, ദൈവമേ, എന്നെ അങ്ങേക്ക് ഇഷ്ടമാണോ, എന്നാ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്. എടാ, ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കെ, ആ യേശുവാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്, അല്ലെങ്കിൽ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആമേൻ സ്തോത്രം സ്തോത്രം ആമേൻ എൻ്റെ അടയാളമാണ് ക്രൂശിൽ കിടക്കുന്ന യേശു. 2 കള്ളന്മാരുടെ നടുവിൽ തൂക്കപ്പെട്ട് കിടക്കുന്ന യേശുവാണ് പിതാവിന് എന്നോടുള്ള സ്നേഹത്തെ തെളിയിച്ചത്. സ്തോത്രം. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിലും നമ്മൾ കർത്തൃസന്നിധിയിൽ ഇരുന്നിട്ട് കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്ന് അനുഭവിക്കണം. ആ സ്നേഹം അനുഭവിക്കുന്ന ഒരു ദൈവവൈതലും ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല. മറിച്ച് അനുദിനം എന്നോട് കാണിച്ച സ്നേഹം നിങ്ങളങ്ങ് ധ്യാനിക്കണം ഇരുന്നിട്ട്. ചുമ്മാതെ നമ്മൾ ഈ ഒത്തിരി കാര്യങ്ങൾ ദൈവസന്നിധി പറയാതെ ഒരു പായൊക്കെ ഇട്ടിരുന്നിട്ട്, കർത്താവേ, എന്നോടുള്ള സ്നേഹത്തെ എനിക്കൊന്ന് വെളിപ്പെടുത്തി താന്ന് പറയണം. അപ്പം കർത്താവ് നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും. അപ്പം പിതാവ് നമ്മളെ ക്രൂശിൻ്റെ ചോട്ടിലോട്ട് കൊണ്ടുപോകും. എൻ്റെ പുത്രനെ ആ കള്ളന്മാരുടെ നടുവിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തത് നിന്നോടുള്ള സ്നേഹമാണ്. അവൻ്റെ ശരീരം ഉഴവ് ചാലുകൾ പോലായത്, ഹല്ലേലൂയ, അവൻ്റെ മാംസം ചിന്നിച്ചിതറിയത് നിന്നോടുള്ള സ്നേഹമാണ്. ആമേൻ. അവൻ്റെ കൈകാലുകൾ ആണികളാൽ തുളയ്ക്കപ്പെട്ടത് നിന്നോടുള്ള സ്നേഹമാണ്. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചത്
നിന്നോടുള്ള സ്നേഹമാണ്. ഹേയ്, നിന്നെ തന്നെ വിടുവിപ്പാൻ കഴിയുന്നില്ലേ എന്ന് ജനത്തെ കൊണ്ട് പരിഹസിക്കുവാൻ അനുവദിച്ചത് എന്നോടും നിങ്ങളോടുള്ള സ്നേഹമാണ്. ആ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ശപിക്കപ്പെട്ടവനായി മരത്തിന്മേൽ ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ തൂക്കപ്പെട്ട് കിടക്കുന്ന യേശു എന്നോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അവനിൽ നിന്നൊഴുകി വന്ന ഓരോ തുള്ളി രക്തവും എന്നോടുള്ള സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് മറ്റൊന്നും വേണമെന്ന് നമ്മൾ പറയത്തില്ല. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ ആഴമായി അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ച വ്യക്തിയായിരുന്നു ദാവീദ്. അത് മനസ്സിലാക്കിയ ദാവീദിൻ്റെ ആരാധന മുഴുവനും ദൈവത്തിന് ദാവീദിനോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ നിന്നുണ്ടായത്. ഞാൻ വിശ്വസിക്കുന്ന ദാവീദിൽ നിന്ന് ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ആ സ്നേഹത്തെ ഇങ്ങനെ അനുഭവിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെക്കൊണ്ട് ഇങ്ങനെ തലോടിപ്പിക്കും. കാരണം അവരന്നേരം നമ്മുടെ സ്നേഹം അനുഭവിക്കുക. അതുപോലെ ദാവീദ് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു. അത് ദാവീദിനെ കരടിയെ കൊല്ലുവാനും സിംഹത്തിൻ്റെ വായിൽപ്പെട്ട് കിടക്കുന്ന തൻ്റെ ആടിനെ വലിച്ചെടുക്കുവാനും ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടോ അല്ല, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. കടിച്ചുകൊണ്ട് പോയ സിംഹത്തിൻ്റെ വായെ പിടിച്ചകറ്റി അതിനകത്തുനിന്നും തൻ്റെ കുഞ്ഞാടിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞത് സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ കാര്യമില്ല. പക്ഷെ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ അഭിഷേകത്തിൻ്റെ ലെവല് മാറി. അവന് മനസ്സിലായി, യഹോവ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാണ്. ഞാൻ ആരെ പേടിക്കും? ഞാൻ എന്തിനെ പേടിക്കും? സിംഹത്തെയല്ല, പുലിയല്ല, കരടിയല്ല, മനുഷ്യനെയല്ല, ഗോലിയാത്തിനെയല്ല. ഞാൻ ആരെ പേടിക്കും? എങ്ങനെ ദാവീദ് പറയുന്ന കാര്യം, എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ലോകത്തിലൊന്നിനും ഹല്ലേലൂയ സ്തോത്രം എന്നെ എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല. ആ ദാവീദാ അവസാനം രാജാവായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം സ്വന്തം പുത്രനെ ആദരിക്കാതെ എന്നെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്നെങ്കിൽ എന്നോടുള്ള സ്നേഹമാണ് പ്രദർശിപ്പിച്ചത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവെ അങ്ങ് എനിക്ക് തന്ന സ്നേഹം ഓർക്കുമ്പോൾ എന്നിട്ട് ഓർക്കണം, എന്നിട്ട് ധ്യാനിക്കണം, എന്നിട്ട് പറയണം, എനിക്കൊന്ന് വെളിപ്പെടുത്തി താ. ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിന്നൊന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ പറയും ദൈവത്തിനോട് സ്നേഹമാണ്, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഇതുവരെ ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്നേഹം നമ്മൾ നിറഞ്ഞ് കവിയുന്നില്ല. ആ സ്നേഹം നമ്മളിലൂടെ തുളുമ്പുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. അങ്ങനെ വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഔന്നത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അവൻ്റെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞു വന്നത് ഇതാ, ദൈവസന്നിധി എന്നിട്ട് പറഞ്ഞ, യേശുവേ, എന്നോടുള്ള അങ്ങയുടെ സ്നേഹം എത്ര വലുതാണ്. എന്നോട് കാണിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. എന്നോടുള്ള സ്നേഹത്തെ എനിക്കൊന്ന് മനസ്സിലാക്കുവാൻ, ആ സ്നേഹം മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ പിണങ്ങത്തില്ല, നമുക്ക് പരിഭവമില്ല, നമ്മൾ പിന്മാറിപ്പോകത്തില്ല, അവൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നത്തില്ല. കാരണം അത്രമാത്രം സ്നേഹം നമ്മുടെ മേൽ പകർന്നിരിക്കുക. ഇന്ന് പകൽക്കാലം ആരും നിങ്ങളെ സ്നേഹിക്കാനില്ലയോ? നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ലയോ? നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്നില്ലയോ? ഇന്നൊരു പായിട്ടിട്ട് ആ തിരുസന്നിധിയിലേക്ക് ഇരുന്നിട്ട് കർത്താവിനോട് പറ, എന്നോടുള്ള അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ ഞാൻ നന്ദി പറയുക. എന്നിട്ട് പറയണം, കർത്താവേ, ഇത് അനുഭവിപ്പാൻ എനിക്കൊന്ന് ഭാഗ്യം തരണം. അപ്പോഴത്തേക്കിനും നിങ്ങൾ അറിയാത്ത ഒരു പുതിയ അനുഭവം, ഇതുവരെ അറിയാത്ത ഒരു ബ്ലാങ്കറ്റിൻ്റെ ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ദൈവസ്നേഹത്തിൻ്റെ ബ്ലാങ്കറ്റ് നമ്മുടെ മേൽ വന്നു വീഴും. പ്രിയപ്പെട്ടവരെ, അതോടെ നിങ്ങളുടെ നിരാശകൾ മാറാൻ തുടങ്ങും. അതോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയം മാറാൻ തുടങ്ങും. അതോടെ നിങ്ങളുടെ എല്ലാ മാനുഷിക രോഗ സാമ്പത്തിക ഭയങ്ങളും നിങ്ങളെ വിട്ടുമാറും. എന്തറിയുമ്പോഴാണ്? പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുമ്പോൾ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ മറ്റൊന്നും ചോദിക്കാതെ, മറ്റൊന്നും ആഗ്രഹിക്കാതെ, കർത്താവേ, എന്നോട് ആ സ്നേഹം ഓൾറെഡി തന്നതാ. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം നമ്മളോട് ഉണ്ടിപ്പോഴും. ആ സ്നേഹമാണ് നമ്മളെ നടത്തുന്നത്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പറയും, അപ്പനോട് പറയും, അപ്പന് എന്നെ ഇഷ്ടമല്ല, ഇളയാളിനെ ഇഷ്ടം, അല്ലെങ്കിൽ മൂത്ത ആളിനെ ഇഷ്ടം, അല്ലെങ്കിൽ മറ്റേ ആളിനെ ഇഷ്ടം എന്ന് പറയും. പക്ഷെ അവരറിയുന്നില്ല അവരുടെ അപ്പയ്ക്ക് അവരുടെ അമ്മയ്ക്ക് അവരോടുള്ള സ്നേഹത്തെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന അതായി തീരട്ടെ, പരിജ്ഞാനത്തെ കവിയുന്ന അങ്ങനെ സ്നേഹത്തെ ഒന്നറിയാൻ, അറിയുക മാത്രമല്ല അതൊന്ന് അനുഭവിപ്പാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവേ എന്നെ ആ സ്നേഹം അറിയുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് കൂടും, നമ്മൾ ധൈര്യമുള്ളവരായി മാറും, നമ്മുടെ നിരാശകൾ മാറും, നമുക്ക് ഏത് സാഹചര്യത്തിൽ അഭിമുഖീകരിക്കുവാനുള്ള ഒരു പ്രത്യേക കൃപ കിട്ടും. കാരണം നമുക്ക് മനസ്സിലായി, സർവശക്തനായ ദൈവം
എൻ്റെ പക്ഷത്തുണ്ട്. കാരണം ആ സ്നേഹം അതിൻ്റെ തെളിവ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സ്നേഹം അനുഭവിപ്പാൻ പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്ന് അനുഭവിപ്പാൻ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ, അനുഭവിപ്പാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൃപ തരുന്നതിനായി സ്തോത്രം. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുക. അതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. We are shining by the power of Holy Spirit. God bless you. God bless you. God bless you. എന്തായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, പരിജ്ഞാനത്തെ കവിയുന്ന അങ്ങനെ സ്നേഹത്തെ അറിയാൻ എന്നെ സഹായിക്കണം, അനുഭവിപ്പാൻ എന്നെ സഹായിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.